Question number 4, redox reaction, types of redox reactions എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, ചോദ്യം നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ആർ ഡിസ്പ്രപ്പോർഷനേഷൻ എന്നാണ് ചോദ്യം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. സോ ഒരു റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ ആകണമെങ്കിൽ റിയാക്ടൻ സൈഡിൽ കിടക്കുന്ന ഒരാൾ അയാളുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ആയിരിക്കരുത്, ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. ഇനി ഡിസ്പ്രപ്പോർഷനേഷൻ ആണെങ്കിൽ ഒരേ റിയാക്ടന്റിന് തന്നെയായിരിക്കണം, ഒരേ സ്പീഷീസിന് തന്നെയായിരിക്കണം ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ആ എലമെൻറ്റ് ഒരു തവണയും റൈറ്റ് സൈഡിൽ ആ എലമെൻറ്റ് 2 തവണയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ടോട്ടൽ 3 തവണ. മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എലമെൻറ്റ് അവൻ്റെ ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലേ എന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കേസിൽ കോപ്പർ LHSൽ അത് +1 ആണ്, RHSൽ +2 ആൻഡ് RHSൽ 0. സോ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. കാരണം ഒരേ ആൾ തന്നെയാണ് ഓക്സിഡൈസർ ആകുന്നതും അയാൾ തന്നെയാണ് റെഡ്യൂസർ ആകുന്നതും. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്, നോ ഡൗട്ട്. ദെൻ രണ്ടാമത്തത് MnO2-, മാംഗനേറ്റിൽ മാംഗനീസ് +6 ആണ്. മാംഗനീസിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. റൈറ്റ് സൈഡിൽ ആരൊക്കെയുള്ള പെർമാംഗനേറ്റിൽ അത് +7 ആണ്, MnO2ൽ അത് +4 ആണ്. സോ +6ൽ നിന്ന് +4 7ലേക്ക് ഓക്സിഡൈസറായി, +4ലേക്ക് റെഡ്യൂസറായി. സോ ഇതും ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ഇനി സിയിലും ഡിയിലും നോക്കൂ, പെർമാംഗനേറ്റ് ആണ്. പെർമാംഗനേറ്റിൽ മാംഗനീസ് അതിന് കാണിക്കാവുന്നതിൻ്റെ ഹയസ്റ്റ് പോസിബിൾ സ്റ്റേറ്റിലാണ്. ഒരു എലമെൻറ്റ് അതിൻ്റെ ഹയസ്റ്റ് പോസിബിൾ സ്റ്റേറ്റിലാണ് റിയാക്ടൻ സൈഡിലെങ്കിൽ, LHSലെങ്കിൽ അതൊരിക്കലും ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതും ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ ആയത് എയും ബിയും മാത്രമാണ്. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ.